ഞാൻ കാരണം, ഒരുപക്ഷെ എന്റെ പിടിപ്പുകേട് കാരണം, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ചെയ്തികളിലും എൻ്റെ സംസാരങ്ങളിലും എൻ്റെ വാക്കുകളിലും വന്നുപോയ പിഴവുകൾ കാരണം അടുത്ത ഒരു ജനറേഷൻ, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കിനാവുകൾ, എൻ്റെ പ്രതീക്ഷകൾ നിലച്ചു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് ഞാൻ അടക്കമുള്ള മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. വീടകങ്ങളിൽ 3 അടുപ്പങ്ങൾ ഉണ്ടാക്കുക. ഒന്നാമത്തേത് ശാരീരിക അടുപ്പം തന്നെയാണ്. ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കെട്ടിപ്പിടിക്കേണ്ടടുത്ത് കെട്ടിപ്പിടിക്കുക തന്നെ വേണം. ഉമ്മ കൊടുക്കേണ്ടടുത്ത് ഉമ്മ കൊടുക്കുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വതക്കയുടെ, ദാനധർമ്മത്തിന്റെ പുണ്യം നൽകുന്നതാണ് എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുള പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുവാനാ പറയുന്നത്. നിങ്ങളൊക്കെ പാരന്റിങ് സെഷൻസ് കേൾക്കുന്നവരായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാനാ പറയുന്ന മക്കളോട്. അത് മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുവാൻ പറയുമ്പോൾ, മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാനും വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുവാനും പറയുമ്പോ പുറത്ത് കാണുന്നതല്ല യഥാർത്ഥ സ്നേഹം. റീൽസുകളിൽ കാണുന്നതോ ഷോർട്സുകളിൽ കാണുന്നതോ അല്ല യഥാർത്ഥ സ്നേഹം. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ പുരയിൽ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും പറ്റാത്ത സ്നേഹം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് സ്നേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര നാളായിട്ടുണ്ടാവും പരസ്പരം വായിലേക്ക് ചോറുള്ള വെച്ചുകൊടുത്തിട്ട്? കയ്യൊന്നും നോക്കണ്ട, മനസ്സിലാലോചിച്ചാൽ മതി, ഇല്ലേ? ഇന്ന് രാവിലെ പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ, നാസ്ത കഴിച്ചപ്പോ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തവർ ഒരു പക്ഷെ ഉണ്ടാവാം. ആർക്ക്? 6 വയസ്സായ കുട്ടിക്കല്ല, 2 വയസ്സായ കുട്ടിന്റെ പിന്നാലെ നമ്മൾ ഭക്ഷണം കൊണ്ട് ഓടുണ്ടാവൂലേ? പുയ്യാപ്പിളന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് എത്ര നാളായി പ്രിയപ്പെട്ടവരെ? അല്ലെങ്കിൽ പുയ്യാപ്പിളങ്ങളെ വായിലേക്ക് ഭക്ഷണം വെച്ചെന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വെച്ചെന്നിട്ടില്ല എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മക്കള് കാണുന്ന സ്നേഹം എവിടെയുള്ളത്? അവരെന്ത് സ്നേഹമാണ് കാണുന്നത്? അതിനെങ്ങനെയാ? ഭക്ഷണം വിളമ്പിച്ച് ഓടുകയല്ലേ അടുക്കളയൊക്കെ അടുത്ത മണി മുഴുവനാക്കാന്, അല്ലേ? ഭക്ഷണം വിളമ്പിച്ച് നമ്മൾ ഓടുക, ധൃതിപ്പെട്ട് അടുക്കളയൊക്കെ ഓടുക. ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു